തിങ്കൾ മുതൽ വെള്ളി വരെയും വീട്ടിലിരുന്ന് ബോറടിച്ചു എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നത് ഞാൻ. ഞായറാഴ്ച ഒരു ദിവസം എവിടെയെങ്കിലും പോകാൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിടുമോ? അപ്പോഴാണ് മമ്മി വിളിച്ച് പറയുന്നത്, നീ പെട്ടെന്ന് റെഡി ആയിട്ട് വരണം, നമുക്ക് ഒരം വരെ പോകാനുണ്ടെന്ന്. കേട്ട പാതി കേൾക്കേണ്ട പാതി പിള്ളേരെ ഒരുക്കി ഞാനും അങ്ങ് ഒരുങ്ങി കേട്ടോ. സത്യം പറയാലോ, നേരത്തെ കണക്കല്ലല്ലോ. ഇപ്പോൾ കുഞ്ഞൊക്കെ ഉണ്ടായതുകൊണ്ട് സ്നഗി, കുറുക്ക്, മറ്റു സാധനങ്ങളെല്ലാം കരുതിയാലേ നമുക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. എന്തായാലും കൊള്ളാം, എല്ലാം റെഡി ആക്കിയിട്ട് ഞങ്ങൾ ചാടി കയറി വണ്ടിക്കകത്ത് പോകാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്ക് അച്ഛൻ വന്ന് കാറൊക്കെ എടുത്തു. ആദ്യം നമുക്ക് എൻ്റെ വീട്ടിലോട്ട് പോകണം കേട്ടോ. എൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവിടെ മമ്മിയും ആങ്ങളെയും കൂട്ടിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. സത്യം പറഞ്ഞാൽ വെളിയിലിറങ്ങിയപ്പോഴാണ് കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ ചൂട് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. എന്താ ചൂട്, കാരണത്തിരുന്നിട്ട് തന്നെ തിളക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ ചെന്നപ്പോഴേ എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. പോകാനായിട്ട് കവറും ബാഗും ഒക്കെ ആക്കി റെഡി ആയിട്ട് നിൽക്കുകയാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായിട്ട് വീട്ടിൽ നിന്ന് പോരുന്നെങ്കിൽ എന്ത് ഇലക്ട്രോണിക് സാധനങ്ങളായാലും എന്ത് കേടായാലും ശരിയാക്കുന്നത് ഞാനാണ് കേട്ടോ. അത് പണ്ടും അത് തന്നെ, ഇത് ഇപ്പോഴും അത് തന്നെ കേട്ടോ. അവിടെ എന്തെങ്കിലും കേടായിരിക്കണം മമ്മി ആരെയും വിളിച്ച് കാണിക്കുക, നീ ഇങ്ങോട്ടൊന്ന് വരുമോ, ഇതൊന്ന് റെഡിയാക്കി തരുമോ എന്ന് പറഞ്ഞാൽ വിളി അങ്ങോട്ട് തുടങ്ങും കേട്ടോ. ഞാൻ പറഞ്ഞ എടാ നീ ഇവിടെ ഇല്ലേ, പിന്നെ നിനക്കെന്താ അന്നേരം അവൻ പറയാണ്, എടി ഞാനെങ്ങാനും തൊട്ട് കഴിഞ്ഞാൽ എങ്ങനെ കേടായി കഴിഞ്ഞാൽ മമ്മി എന്നെ തല്ലിക്കൊല്ലും, നീ ശരിയാക്കിയാലേ ശരിയാവത്തോളം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു. അതിനിങ്ങനെ വെച്ചേക്കുവാണ്. പുതിയ ടി വിയാണ് കേട്ടോ. അതിൻ്റെ ചാനൽ അങ്ങോട്ട് മാറിക്കിടക്കുന്നു ഇങ്ങോട്ട് മാറിക്കിടക്കുന്നുള്ള പരാതിയായിട്ടാണ് മമ്മി നിൽക്കുന്നത്. പിന്നെ പുതിയ വാഷിംഗ് മെഷീനോട് മേടിച്ചിട്ടുണ്ട്. ഞാൻ അന്നേരെ പറഞ്ഞു മമ്മി ഓട്ടോമാറ്റിക് മെഷീനെ മമ്മിക്ക് ശരിയാവത്തോന്ന് പറഞ്ഞിട്ട് മമ്മി കേട്ടില്ല. ഓട്ടോമാറ്റിക് മെഷീൻ മേടിച്ചാലേ പെട്ടെന്ന് വെള്ളമെല്ലാം ചിലവായി തരും. നിൻ്റെ കണക്ക് വെള്ളം ചമ്മാളിക്കാൻ, ആ ഒരു വാക്ക് എവിടെ നിന്ന് കിട്ടിയോ എന്തോ, ഈ വാക്ക് തന്നെ മമ്മി ഉപയോഗിക്കുന്നുണ്ട്. നിൻ്റെ കണക്ക് വെള്ളം ചമ്മാളിക്കാൻ എനിക്കില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ മമ്മിയാണ്. അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഞാൻ മേടിക്കത്തേ ഇല്ല, എന്തിനാ ഈ വാഷിംഗ് മെഷീൻ, എൻ്റെ കൈയുള്ളിടത്തോളം കാലം വാഷിംഗ് മെഷീൻ്റെ ഒരാവശ്യമില്ലെന്ന് പറഞ്ഞ മമ്മിയാണ് കേട്ടോ. എന്തായാലും എല്ലാം റിപ്പയർ ചെയ്ത് കൊടുത്ത് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. പിന്നെ അവൻ്റെ ഞാൻ കയ്യിലങ്ങ് കൊച്ചിനെ അങ്ങ് ഏൽപ്പിച്ചു കേട്ടോ. എനിക്കൊന്ന് ഫ്രീ ആയിട്ട് നടക്കണ്ടേ. അപ്പോൾ ഈ അവനെന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്നെക്കാട്ടിലും ഇളയതായിരിക്കുന്നു. ഒരിക്കലും അല്ല മക്കളെ. പ്രായം കൊണ്ട് അവനാ മൂത്തതെങ്കിലും പക്വത കൊണ്ട് ഞാനാണ് മൂത്തത്. ആ അഹങ്കാരം എനിക്ക് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ യാത്രയായി. അങ്ങനെ വീടിനോട് ടാറ്റാ ബാബായി ഒക്കെ സി യു ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ദൂരെ ഒരു യാത്രയാണ് മക്കളെ ഇന്ന് പോകുന്നത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.